ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 5 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് കാണിക്കുന്നത്. മറ്റുള്ള വ്യക്തികളുടെ വാക്കു കേട്ടിട്ട് ഇടപെടൽ മൂലം നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജി ഇവിടെ കാണിക്കുന്നു. ആ പിക്ചറിൽ നോക്കി തന്നെ മനസ്സിലാവും, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അവരെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇവിടെ വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിക്ക് മാറ്റം സംഭവിച്ചതായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് 9 ഓഫ് സോർട്സ് കാർഡാണ്. എന്താന്ന് നോക്കാം. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുകയാണ്. വറിയാണ് പറയുന്നത്. അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ ഓർ ആങ്സൈറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ്. അതായത് നിങ്ങളുമായിട്ട് ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരെ മാനസികമായിട്ട് തളർത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കൂ, മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ നിങ്ങൾക്കും അവർക്കും ഇടയിലുണ്ട്. ആ ഇടപെടൽ തന്നെയാണ് അവരുടെ സേഫ്റ്റി കണ്ടുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നൈറ്റ് മെയർ പോലും അവർ കാണുന്നുണ്ട്. അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ അവരിൽ നിന്നും മാറി നിൽക്കുകയാണ്. കുറേ പ്രാവശ്യം നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്, അവരോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അതിനൊന്നും കൂട്ടാക്കാതെ അവർ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആ ഒരു തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടെന്ന് ഈ കാർഡ്സ് പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ടീം വർക്കിനെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും പരസ്പരം ഷെയർ ചെയ്ത് ജീവിച്ചവരായിരിക്കാം. അവരെന്തെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നിങ്ങളെന്തെന്ന് അവർക്കും അറിയാമായിരിക്കാം. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ അത് ഓർത്തെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ തെറ്റെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, പുതിയ ലൈഫ് യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തരുന്നതായിട്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പ്രോഗ്രസ് ഉള്ള, അബണ്ടൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ എനർജി ആയിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. വളരെ ക്ഷമയുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതവരുടെ കരിയർ തന്നെയാണ്. സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അവർക്ക് പ്രോഗ്രസ് ഉണ്ട് എന്ന് തന്നെ കാർഡ്സ് പറയുന്നു. കാരണം അവരിപ്പോൾ കംഫർട്ട് സോണിലാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നും ഈ കാർഡ്സ് പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ തനിച്ചായതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. എത്രയൊക്കെ സമ്പാദിച്ചാലും, എത്രയൊക്കെ അവർ ബിസി ആണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ്. പാസ്റ്റുമായിട്ട് അവർ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെ യൂണിവേഴ്സ് പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. അവരെടുക്കാൻ പോകുന്ന ആ ഒരു ആക്ഷനെ തന്നെയാണ് 2 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. ഇവിടെ 2 വാണ്ടാണുള്ളത്. അതിൽ ഒരു വാണ്ടിനെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവരുടെ കരിയർ ആയിരിക്കണം. താൽക്കാലികമായിട്ട് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹത്തെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ്. ഇവിടെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ
വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇനി വൈകിപ്പോയാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയും ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുകയാണ്. നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള ഒരു അവസരത്തിനായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 2 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് കേട്ടോ. അവർ ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് 10 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. നിങ്ങൾക്കായിട്ട് അവർ ആക്ഷൻ എടുക്കുന്നു, ട്രാവൽ ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവർ ലഗേജുമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. ലഗേജുമായിട്ട് നിങ്ങളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ ഇനി ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തെ ഈ കാർഡ് പറയുന്നു. ഹെവി ബേർഡൻസിനെയും ഈ കാർഡ് പറയുന്നുണ്ട്. അവർ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത്. കാരണം അവർ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള ഭയവും അവരിലുണ്ട്. എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ചിന്തയും ഇവിടെ കാണിക്കുന്നു. ഇനി അവരിലൊരു മടങ്ങിപ്പോക്കില്ല. നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കാൻ വൈകിയതിൽ അവർ ഖേദിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് ആണ്. നിങ്ങളുടെ എനർജിയാണ്. വേൾഡ് കാർഡ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ തനിച്ചായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും നിങ്ങൾ തനിച്ചാണ്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളുമൊത്തുള്ള ആ ഒരു ഫ്യൂച്ചർ അവർ കാണുമ്പോൾ ഇവിടെ ഒരു കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. വേൾഡ് കണ്ട സന്തോഷത്തെയാണ് യൂണിവേഴ്സൽ കാർഡ്സിലൂടെ പറയുന്നത് കേട്ടോ. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഹാപ്പി മൊമെന്റ്സ് വരുന്നു. അച്ചീവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ വേൾഡ് കാർഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളുമൊത്ത് ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ട്രിപ്പായിരിക്കാം. അവരുടെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ജേർണി അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും അവർക്കും സന്തോഷ നിമിഷങ്ങളാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് അടുത്ത കാർഡും പറയുന്നത്. 4 ഓഫ് വാൻഡ്സ് കാർഡ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പെരിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അവർ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ മൂഡാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് വരെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ പറയേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്നാണ്. ഇന്ന് ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. നിങ്ങൾക്ക് സാധിക്കുന്നേക്കാൾ മുന്നേ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് കാർഡ്സ് പറയുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മാരേജിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി പറയുന്നത്. പേജ് ഓഫ് പെന്റക്കിൾ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് പുതിയ തുടക്കം വരുന്നു. ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോയിട്ടില്ല എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് വരികയാണ്. നിങ്ങൾക്ക് മെസ്സേജോ കോളോ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങളുടെ ആംബിഷനെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ കരിയറിനെ കുറിച്ചും ഈ കാർഡ്സ് പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെന്റക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്തിനെ, നിങ്ങൾക്ക് വരുന്ന പുരോഗതി, അബണ്ടൻ, ഇതിനെ മീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിലേക്ക് ന്യൂ കരിയർ പാത്താണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് എത്തിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്ര കണ്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയും തോറ്റുപോകാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കില്ല. അപ്പോൾ അതിനിടയിൽ നമ്മളിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചാൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. യൂണിവേഴ്സ് നമ്മളിലേക്ക് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക, പൂർണ്ണമായിട്ടും വിശ്വസിക്കുക കേട്ടോ. ഇവിടെ റിയാലിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലെ പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ആക്ഷൻ എടുക്കുന്നു. ഈ ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയോ എന്ന് പോലും അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്.
ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.